ദിവസങ്ങളും മാസങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ റമദാൻ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നോമ്പ് 4-ന് കോളേജിലെ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ തിരൂരിലെത്തിയതാണ്. അവിടെ വെച്ച് എൻ്റെ ഒരു ഫോളോവറിനൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു. പിന്നെ ഞാനും സുഹൃത്ത് അമീനും കൂടി നേരെ ഇഫ്താർ നടക്കുന്ന ഹോട്ടലിലെത്തി. ഞങ്ങൾ 6 പേരാണ് ആകെ നാട്ടിലുള്ളത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. ഇഫ്താറൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അയൽവാസിയും സുഹൃത്തായിട്ടുള്ള റബീക്കും ടീമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ തിരൂർ പുഴയുടെ സൈഡിലേക്ക് കുറച്ച് സമയം കോളേജിലെ ഓർമ്മകളൊക്കെ പുതുക്കി ഞങ്ങളങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നോമ്പ് 6 എനിക്ക് തിരിച്ച് പ്രവാസത്തിലേക്ക് കയറാനുള്ള സമയമായി. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പുറത്തിറങ്ങി. ഇനി വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങുന്ന ഒരു ചടങ്ങാണ്. ഈ ഒരു 10-20 സെക്കൻഡ് എല്ലാ പ്രവാസികളുടെയും നെഞ്ചിടിപ്പൊന്ന് കൂടും. അങ്ങനെ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. യാത്ര അയക്കാൻ സിസ്റ്റർ മോനും ബ്രദറിൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ലഗേജ് എടുത്ത് നേരെ എയർപോർട്ടിലേക്ക്. വൈകുന്നേരം 6:30-ന് അല്ലൈനിലേക്കാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി പ്രയറൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും എനിക്ക് പോകാനുള്ള സമയമായി തുടങ്ങി. എനിക്ക് കിട്ടിയത് ഞാൻ ആഗ്രഹിച്ച വിൻഡോ സീറ്റ് തന്നെയായിരുന്നു. അങ്ങനെ കൃത്യം 6:30 മണിക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നോമ്പ് തുറക്കാൻ വേണ്ടി ഉമ്മ കുറച്ച് ഫ്രൂട്ട്സും ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പറ്റുന്ന പോലെ ഫ്ലൈറ്റിൽ നിന്നും പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുത്തു. നാട്ടിലെ ഒരുപാട് ഓർമ്മകളുമായി ഞാനങ്ങനെ വീണ്ടും പ്രവാസത്തിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.